ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മരുന്നും കൂടി വേണം. ശരി മാഡം, വേഗം. മോളെ, അച്ഛനൊക്കെ എങ്ങനെയുണ്ട്? കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഒന്നും പറയാറായിട്ടില്ല. അമ്മേ, അമ്മേ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ, ഒന്നുമില്ല. ഞാൻ പറയട്ടെ അമ്മ, അമ്മ ഒന്ന് സമാധാനം ചെയ്യ. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്ത് ജീവിതം ജീവിക്കാനാ? നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതും കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം അങ്ങ് മറക്കാം. എന്നിട്ട് ഇന്നു മുതൽ അർച്ചനയ്ക്കും സച്ചിക്കും പുതിയൊരു ജീവിതം തുടങ്ങാം. നമ്മൾ പിരിയുകയല്ല, ഒരുമിക്കുകയാണ്. ഇനി ഞാൻ താനുമില്ല, നമ്മളേ ഉള്ളൂ. സച്ചിദാനന്ദനും അർച്ചന സച്ചിദാനന്ദനും. സച്ചി, എന്റെ മോക്ക് എന്താണ് പറ്റിയത്? എന്താണ് പറ്റിയത്? മോനെ, എന്താണ് അവക്ക് പറ്റിയത്? പറയടാ. അച്ഛനെയോ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെക്ക് ജീവനോടെ തിരിച്ചു തന്നേക്കണേ ഈശ്വര. എന്റെ ദൈവമേ.
വരുമോളെ. വേണ്ട അമ്മാവാ. എനിക്കിവിടെ താമസിക്കണ്ട. ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഇത് നിന്റെ സ്വന്തം വീടല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അമ്മാവാ, നമുക്ക് തിരിച്ചു പോവാം. തോറ്റുപോയത് കൊണ്ടാണോ? അച്ഛന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. അച്ഛനോടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്ത മകളായിപ്പോയി ഞാൻ. നിന്റെ അച്ഛന് നിന്നെ മനസ്സിലാകും. ഒന്നും അവസാനിച്ചിട്ടില്ലല്ലോ. വാക്ക് പാലിക്കാൻ ഇനിയും സമയമുണ്ട്. എന്നാലും തോറ്റുപോയില്ലേ ഞാൻ? നീ നിന്റെ മനസ്സ് ശാന്തമാക്ക്. നീ തോറ്റുപോയിട്ടില്ല. നിന്റെ അച്ഛന് വേണ്ടി നീ ചെയ്യാവുന്നതിൽ പരമാവധി നീ ചെയ്തു. എവിടെയോ ഒരു പിഴവ് പറ്റി, അത് നമ്മൾ തിരുത്തും. നെല്ലിശ്ശേരി വീടിനോടും സേതുമാധവനോടും മക്കളോടുമുള്ള യുദ്ധം നമ്മൾ തുടരുക തന്നെ ചെയ്യും. എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഇല്ലേ? തോൽവിയുടെ മറുപുറത്ത് എപ്പോഴും ഒരു വിജയമുണ്ട്. എന്നാലും അച്ഛനോട് ഞാൻ എന്ത് മറുപടി പറയും? അച്ഛനോടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാളെ ജീവിച്ചതും ഞാൻ ഇതെല്ലാം ചെയ്തതും. അമ്മാവ, ഈ പടി ചവിട്ടാനുള്ള ശക്തി എനിക്കില്ല. എന്റെ കൈയും കാലും വിറയ്ക്കുക. ഈ തോൽവിക്ക് അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല. സേതുമാധവന്റെയും മക്കളുടെയും തകർച്ച പൂർണ്ണമായിന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന അച്ഛന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നിൽക്കും? കാര്യങ്ങൾ നീ തന്നെ അച്ഛനോട് വിശദമായിട്ട് പറഞ്ഞാൽ മതി. അച്ഛൻ നിന്നോട് ക്ഷമിക്കും. ഈ മരുന്നും കൂടി വേണം. ശരി മേഡം, വേഗം. മോളെ, അച്ഛനൊക്കെ എങ്ങനെയുണ്ട്? കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഒന്നും പറയാനായിട്ടില്ല. ഞങ്ങള് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അച്ഛമോള്, എന്റെ ഈശ്വര, എന്തൊരു വിധിയ.